Hello മക്കളെ, അപ്പോൾ നമ്മുടെ +1 ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇവിടെ പറയാൻ പോകുന്നത്. ഇനി മിസ് ഒത്തിരി സമയം കളയുന്നില്ല, വേഗം തന്നെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ ലിവിങ് വേൾഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ തന്നിരിക്കുന്ന ആൾക്കാരെ അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെയാ ചെയ്യുക? നമ്മുടെ ആ ഒരു കോഡ് ആലോചിക്കുക അല്ലേ. ഏതാണ്? കീപ്, പോട്ട്, ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഓർഡർ? അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടേക്കാണ് എഴുതേണ്ടത്. അതായത് ആരോ മാർക്ക് എങ്ങനെ ആയിരിക്കണം? നമ്മൾ ഇവിടുന്ന് ആയിരിക്കണം. തുടങ്ങുമ്പോൾ എവിടുന്ന് തുടങ്ങണം? സ്പീഷീസിൽ നിന്ന് തുടങ്ങണം. അപ്പം നമുക്കിത് സ്പീഷീസ്, പിന്നെ ആരാണ്? ജീനസ്, ദെൻ നമ്മുടെ ഫാമിലി, ദെൻ നമ്മുടെ ക്ലാസ്, ഓർഡർ ഓർ ഫാമിലി ഗെറ്റ് സിക്ക് അല്ലേ. അപ്പോൾ ദേ ക്ലാസ്, ദെൻ നമ്മുടെ ഫൈലം, ദെൻ ലാസ്റ്റ് നമ്മുടെ കിങ്ഡം. അപ്പം ഇനി നേരെ തിരിച്ച് ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിലോ നമുക്ക് ഒരു കുഴപ്പമില്ല. ഇങ്ങനെയാണെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ആണ്. അപ്പോൾ ഈ ഓർഡർ എൻ്റെ മക്കളെല്ലാവരും നിങ്ങളുടെ മനസ്സിൽ വെക്കണം. ഇത് നമ്മുടെ അസെൻഡിങ് ഓർഡറും മറ്റേത് നമ്മുടെ ഡിസെൻഡിങ് ഓർഡറാണ്. റെഡി അല്ലേ? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. പൊതുവേ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മുടെ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഡിഫൈൻ പ്രിയോൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അബ്നോർമലി ഫോൾഡഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ കോട്ടാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂറോളജിക്കൽ ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. സോ പ്രിയോൺസ് ആർ these are abnormally folded protein. abnormally folded protein ആണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അസുഖം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ന്യൂറോളജിക്കൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, കോസ് ന്യൂറോളജിക്കൽ ഡിസീസസ്. ന്യൂറോളജിക്കൽ ഡിസീസസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? നെയിം എ ഡിസീസ് കോസ്ഡ് ബൈ പ്രിയോൺസ്. അപ്പോൾ പ്രിയോൺസ് ഉണ്ടാക്കുന്ന ഒരു അസുഖം ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മാഡ് കൗ ഡിസീസ് പറയാം. അതിൻ്റെ ഹ്യൂമൻ വേരിയൻ്റ് ആണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പത്തി. അപ്പം നമ്മുടെ മാഡ് കൗ ഡിസീസ് അതിൻ്റെ ഹ്യൂമൻ വേരിയൻ്റ് ആണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പത്തി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെൽ വാൾ ഡെപ്പോസിറ്റ്സ് ഓഫ് ഡയറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. റൈറ്റ് 2 uses of its. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഡയറ്റമേഷ്യസ് എർത്തിൻ്റെ ഡെഫിനിഷൻ കിട്ടി. ഇനി എന്താണ് ഡെഫിനിഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാമല്ലോ. സെൽ വാൾ ഡെപ്പോസിറ്റ്സ് ഓഫ് ഡയറ്റംസ്. അതും ഒരു ദിവസം കൊണ്ടാണോ മക്കളെ ഫോം ചെയ്യുക? അല്ല, വർഷങ്ങളോളം എടുത്ത് ഡെപ്പോസിറ്റ് ചെയ്താണ് ഉണ്ടാവുന്നത്. ഇനി ഇതിൻ്റെ 2 യൂസസ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ എഴുതാം? ഒന്ന് പോളിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കും, ദെൻ ഫിൽട്രേഷന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സീറപ്സ്, അതേപോലെ തന്നെ പോളിഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇത് രണ്ടുമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള 2 യൂസസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഇനി നെയിം ദ ഗ്രൂപ്പ് ഇൻ വിച്ച് ദ ഐറ്റംസ് ബിലോങ്. അപ്പോൾ ഡയറ്റംസ് എന്നും ഡെസ്മിഡ്സും വരുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ കിങ്ഡം പ്രൊട്ടസ്റ്റയിലെ ആരാണ് വരുന്നത്? ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അല്ലേ മക്കളെ? ക്രൈസോഫൈറ്റ്സ് ആണ് ഇവിടെ വരുന്നത്, നമ്മുടെ കിങ്ഡം പ്രൊട്ടസ്റ്റയിൽ വരുന്നത്. കിങ്ഡം പ്രൊട്ടസ്റ്റയിൽ ക്രൈസോഫൈറ്റ്സ് ഉണ്ട്, ഡൈനോഫ്ലാജെല്ലേറ്റ്സ് ഉണ്ട്, യൂഗ്ലിനോയിഡ്സ് ഉണ്ട്, സ്ലൈമോസ് ഉണ്ട്, പ്രോട്ടോസോവൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള സ്ക്രീൻഷോട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് മാർക്കിങ്സ് ഒക്കെ കാണാം. അതെൻ്റെ കുട്ടികളൊന്ന് ഇഗ്നോർ ചെയ്യണം. മെത്തനോജൻസ് ഉണ്ട്, ഹാലോഫൈൽസ് ഉണ്ട്, തെർമോ അസിഡോഫൈൽസ് ഉണ്ട്, മൈക്കോപ്ലാസ്മ ഉണ്ട്. അപ്പം നമ്മളോട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ. ഈ 3 ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കി ബാക്ടീരിയ ആണ്. അപ്പോൾ ആർക്കി ബാക്ടീരിയയുടെ സെക്ഷന് സ്ഥിരമായി ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. മെത്തനോജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർ മാർഷി ഏരിയാസിൽ കാണുന്ന ആൾക്കാരാണ് അല്ലേ. മാർഷി ഏരിയാസിലും ഗട്ട് ഓഫ് റൂമിനന്റ് ആനിമൽസിലും കാണാം. ദെൻ ഹാലോഫൈൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ സോൾട്ടി ഏരിയാസിൽ കാണുന്നതാണ്. തെർമോ ആസിഡോഫൈൽസ് ഹോട്ട് സ്പ്രിംഗ് അല്ലേ, അവർക്ക് ടെമ്പറേച്ചർ കൂടിയാലും ജീവിക്കാൻ പറ്റും, അസിഡിക് കണ്ടീഷൻ ആയാലും എല്ലാം സർവൈവ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഒറ്റ മിനിറ്റേ. ഓക്കെ, എല്ലാം സർവൈവ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളുടെ തെർമോ അസിഡോഫൈൽസ്. ദെൻ മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ്? ഓക്സിജൻ ഒക്കെ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും. ഓക്സിജൻ ഇല്ലാതെയും ജീവിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് സെൽ വാൾ ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ചില ആൻറ്റിബയോട്ടിക്സിനോട് എന്താണ്? അവർ സെൻസിറ്റീവ് ആണ്. ഓക്കെ, ചില ആൻറ്റിബയോട്ടിക്സിനോട് സെൻസിറ്റീവ് അല്ല. പെനിസിലിനൊക്കെ അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ അടുത്ത ചോദ്യം പിടിച്ചോ. ആനിമൽ കിങ്ഡത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്.
എന്താണ്? ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ്. വിച്ച് ഡയഗ്രാം റെപ്രസെന്റ് സീലോമേറ്റ് കണ്ടീഷൻ? ഇതിൽ ഏത് കണ്ടീഷനാണ് മക്കളെ? സീലോമേറ്റ് കണ്ടീഷൻ. അതായത് ട്രൂ സീലമുള്ള ആനിമൽസിനെ നമ്മൾ എന്താ പറയാറുണ്ട്? സീലോമേറ്റ് ആനിമൽസ് എന്ന് പറയാറുണ്ട്. അപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു മീസോഡേമിൻ്റെ ലൈനിങ് ഒക്കെ ഉള്ളതാണ് നമ്മളുടെ സീലോമേറ്റ് ആനിമൽസ് അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്ന കണ്ടീഷനാണ് സീലോമേറ്റ്സ്. സീലോമേറ്റ്സ് എന്ന് പറയാം. കിട്ടിയില്ലേ? എ സീലോമേറ്റ്സ് ആണ്. അടുത്തത് എന്താ? നെയിം വൺ ഫൈലം ഹാവിങ് സ്യൂഡോ സീലോമേറ്റ് കണ്ടീഷൻ. അപ്പോൾ സ്യൂഡോ സീലോമേറ്റ് കണ്ടീഷൻ ഉള്ള ഒരു ഫൈലം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് മക്കളെ സ്യൂഡോ സീലം ഉള്ളത്? ആസ്കെൽമിന്തസ്. ആസ്കെൽമിന്തസ്. ഓക്കെ, അടുത്തത് എന്താണ്? റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ എ സീലോമേറ്റ് ആനിമൽ. എസ് സീലോമേറ്റ് ആനിമലിന് ഒരു എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എസ് സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാറ്റി ഹെൽമിന്തസ്. പ്ലാറ്റി ഹെൽമിന്തസ് അല്ലേ? ഇനി ചില സമയത്ത് ഈ ഡയഗ്രാം തന്നിട്ട് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ നമ്മൾ എന്താണ് എഴുതുക? ഇത് നമ്മുടെ സീലം, ട്രൂ സീലം. ഇതാണെങ്കിൽ സ്യൂഡോ സീലം. ഇതാണെങ്കിൽ എസ് സീലം. നിങ്ങൾക്ക് ഇവിടെ ബോഡി ക്യാവിറ്റി കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇത് ഏതാണ്? എസ് സീലോമേറ്റ്സ് ആണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കാരണം അനിമൽ കിങ്ഡത്തിൽ നിന്ന് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സാധനമാണ് ഇത്. ഇതേതാണ്? നമ്മുടെ നിഡോബ്ലാസ്റ്റ് ആണ്. നിഡോബ്ലാസ്റ്റ്. അടുത്ത എന്താ ക്വസ്റ്റ്യൻ? നെയിം ദ ഫൈലം വിച്ച് പൊസസ് ദിസ് സ്ട്രക്ചർ. നിഡോബ്ലാസ്റ്റ് ഉള്ള ഗ്രൂപ്പ് ആരൊക്കെയാ മക്കളെ? നമുക്ക് ഒന്നുകിൽ എഴുതാം സീലൻഡ്രേറ്റ. സീലൻഡ്രേറ്റ എന്ന് പറയുന്ന ഫൈലത്തിനുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ വേറൊരു പേരാണല്ലേ നിഡോബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ട് ഈ ഫൈലത്തിനൊരു പേര് കിട്ടി. അതാണ് നിഡേരിയ. നിഡേരിയ. റെഡി? ഇനി അടുത്തത് എന്താണ്? റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞാൽ നമുക്കറിയാം ആങ്കറേജിന് സഹായിക്കുന്നുണ്ട്, ഡിഫെൻസിന് സഹായിക്കുന്നുണ്ട്, പ്രീ ക്യാപ്ചറിന് സഹായിക്കുന്നുണ്ട്. സോ പ്രീ ക്യാപ്ചർ, ആങ്കറേജ്, ഡിഫെൻസ്. ആങ്കറേജ്, ഡിഫെൻസ്. ഇങ്ങനെ 3 കാര്യങ്ങൾക്ക് ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ നിഡോബ്ലാസ്റ്റ് സഹായിക്കുന്നുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ മിസ് എപ്പോഴും പറയാറുണ്ട്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? ഐഡന്റിഫൈ ദ ക്ലാസ് ഇൻ വിച്ച് എ ആൻഡ് ബി ബിലോങ്. അപ്പോൾ എയും ബിയും ഏതാണെന്ന് എൻ്റെ മക്കൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. എ ആരാണ്? എ നമ്മുടെ പ്രിസ്റ്റീസ് ആണ്. പ്രിസ്റ്റീസ് വരുന്നത് ഏത് ക്ലാസ്സിലാണ്? ക്ലാസ് കോൺട്രിക്റ്റീസ് ആണ്. കോൺട്രിക്റ്റീസ്. കോൺട്രിക്റ്റീസ്. മറ്റേ ആൾ ആരാണ്? നമ്മുടെ കാട്ട്ലയാണ്. കാട്ട്ല. അപ്പോൾ കാട്ട്ല വരുന്ന ഗ്രൂപ്പാണ് ഓസ്റ്റിക്റ്റീസ്. 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 ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബി പാർട്ട് എന്താ? റൈറ്റ് എനി 2 ഡിഫറൻസസ്. ഏതെങ്കിലും 2 ഡിഫറൻസ് എഴുതിയാൽ മതി. പക്ഷെ നമ്മുടെ കയ്യിൽ കുറേ ഉണ്ടായിപ്പോയില്ലേ, കുറേ ഡിഫറൻസ് ഇല്ലേ മക്കളെ? അപ്പോൾ ഏറ്റവും ഫസ്റ്റ് എന്താണ്? ഇവരുടെ എൻഡോസ്കെലിട്ടൺ. എൻഡോസ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉള്ളിലുള്ള ആ സ്കെലിട്ടൺ എന്താണ്? ബോണി ആണോ കാർട്ടിലേജ് ആണോ? അത്. അപ്പോൾ ഇത് കാർട്ടിലേജ് ആണ്. ഇത് ഏതാണ്? ഇത് ബോണിയാണ്. ഇനി നമുക്ക് ഇവരുടെ എന്ത് പറയാം? സ്കെയിൽസ് പറയാം അല്ലേ? ഇവരുടെ സ്കെയിൽസ് എന്താണ് മക്കളെ? ഇത് പ്ലാക്കോയിഡ് ആണ്. ഹാർഡ് ആയിട്ടുള്ള ഇങ്ങനെ കുത്താൻ നിൽക്കുന്ന പോലത്തെ ഷാർപ്പ് സ്കെയിൽസ് ആണ്. ഇതാണെങ്കിലോ സൈക്ലോയിഡ് ഓർ ടീനോയിഡ്. സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിലാണ്. പിന്നെ നമുക്ക് എന്താ പറയാം? ഇവരുടെ മൗത്തിൻ്റെ പൊസിഷൻ. മൗത്ത് നോക്കിക്കേ, ഇത് എവിടെയാണ്? ഇവിടെ നമുക്ക് മൗത്ത് കാണുന്നില്ല, പക്ഷെ ഇതിൻ്റെ മൗത്ത് നമുക്ക് കാണാം. അതായത് ഇത് ടെർമിനൽ മൗത്താണ്. ഇതാണെങ്കിലോ വെൻട്രൽ മൗത്താണ്. ഇനി 2 സാധനങ്ങൾ ഇവർക്ക് ഇല്ല, 2 സാധനങ്ങൾ അവർക്കുണ്ട്. ഏതൊക്കെയാണ്? എയർ ബ്ലാഡർ. എയർ ബ്ലാഡർ. അതേപോലെ ഓപ്പർക്കുലം. ഓപ്പർക്കുലം. ഇത് രണ്ടും ഇവിടെ എന്താ? പ്രസന്റ്. ഈ 2 സാധനങ്ങളും ഇവിടെ ആബ്സെന്റ്. റെഡിയല്ലേ? കഴിഞ്ഞു. 2 ഡിഫറൻസ് എഴുതാനേ പറഞ്ഞുള്ളൂ. നമ്മൾ എത്ര ഡിഫറൻസ് എഴുതി അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ. മൈറ്റോകോൺട്രിയ ആർ കോൾഡ് ദ പവർ ഹൗസ് ഓഫ് സെൽ. വൈ? മൈറ്റോകോൺട്രിയനെ എന്തുകൊണ്ടാണ് നമ്മൾ പവർ ഹൗസ് എന്ന് പറയുന്നത് അല്ലേ? മൈറ്റോകോൺട്രിയനെ പവർ ഹൗസ് എന്ന് പറയാൻ കാരണം ലാർജ് എമൗണ്ട് ഓഫ് ATP സിന്തസിസ്. ലാർജ് എമൗണ്ട് ഓഫ് ATP സിന്തസിസ് ഒക്കർ. ലാർജ് എമൗണ്ട് ഓഫ് ATP സിന്തസിസ് ഒക്കർ. കുറേ ATPയുടെ സിന്തസിസ് നടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ സെന്റർ ഓഫ് എയ്റോബിക് റെസ്പിറേഷൻ. എയ്റോബിക് റെസ്പിറേഷൻ. എയ്റോബിക് റെസ്പിറേഷൻ നടക്കുന്ന സ്ഥലമാണ് ഏത്? നമ്മുടെ മൈറ്റോകോൺട്രിയ
ഓക്കെ, ഇനി അടുത്തത് നെയിം ദ ഇൻഫോൾഡിങ്സ് ഓഫ് ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ അടയാളപ്പെടുത്താനൊക്കെ വരും കേട്ടോ മക്കളെ. ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റൻ ആണ്. ഇങ്ങനെ തരും, ഇങ്ങനെ മൈറ്റോകോൺട്രിയയ്ക്കുള്ളിലേക്ക് ഇങ്ങനെ ഇൻഫോൾഡിങ്സ് ഉണ്ട് അല്ലേ. ഈ ഇൻഫോൾഡിങ്സിന് എന്താണ് പറയുക? അതായിരുന്നു ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ഇൻഫോൾഡിങ്സിന് നമ്മൾ എന്താ പറയുക? ഇതാണ് നമ്മുടെ ക്രിസ്റ്റ. എന്ത് പറയും? ക്രിസ്റ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറെ വരാനുള്ള സാധ്യതയുള്ളൊരു സബ് ക്വസ്റ്റ്യൻ ഈ സാധനം എന്താണ്? ഈ സ്പേസിനെയാണ് നമ്മൾ പറയുക മാട്രിക്സ്. മാട്രിക്സ്. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്റ്റ ആൻഡ് ഉള്ളിലുള്ള സ്പേസ് നമ്മുടെ മാട്രിക്സ്. അപ്പോൾ എപ്പോഴും മിസ് പറയാറുണ്ട്, ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ഡയഗ്രത്തിന് ഒരു ഹെഡിങ് കൊടുക്കണം. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾ ശരിക്കും ബയോളജി കുട്ടികളാവുക. ഓക്കെ, ഇനി നമ്മളിത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഒരു കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിനെ ശരിക്കും ലേബിൾ ചെയ്യാൻ പറഞ്ഞാൽ, ഞാൻ പറയുകയാണെങ്കിൽ ഇത് മെറ്റാസെൻട്രിക് ആണ്, ഇത് സബ്മെറ്റാണ്, ഇതും സബ്മെറ്റാണ്. കാരണം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇവിടെ എന്താണ് ഒരു ഷോർട്ട്. ഓക്കെ, ഇത് കളറല്ല ഇപ്പോൾ ഇതാ. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഷോർട്ട്, ഓക്കെ, ഒരു ലോങ്. അതേപോലെ ഷോർട്ട് ലോങ്, സൈസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതാണെങ്കിൽ 2 ഷോർട്ട് 2 ലോങ് ആക്രോ. ആക്ച്വലി ടീലോസെൻട്രിക് ഇവിടെ തന്നിട്ടില്ല. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇങ്ങനത്തെ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ കീ വന്നപ്പം എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയാവോ? ഇതിൻ്റെ ആൻസർ കീ വന്നപ്പം ഇതിന് ടീലോസെൻട്രിക് എന്നാണ് അവർ കൊടുത്തത്. ഓക്കെ, ആക്ച്വലി ഇതിൻ്റെ ആൻസർ പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ശരിക്കും റിയൽ ആൻസർ പറയുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് വരിക? അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ മെറ്റാസെൻട്രിക് ആണ്. എ എന്ന് പറഞ്ഞാൽ മെറ്റാസെൻട്രിക് ആണ്, കാരണം 2 ഈക്വൽ ആംസ്. ഓക്കെ, ബി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് സെൻറ്ററിലല്ല, സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. കാരണം അവർ തന്നെ ഷോർട്ട് ആം എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റാസെൻട്രിക് അല്ല, സബ് മെറ്റാസെൻട്രിക് ആണ്. സബ് മെറ്റാസെൻട്രിക് ആണ്. ആൻഡ് സി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഷോർട്ട് ആം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ഷോർട്ട് ആം എന്ന് അടയാളപ്പെടുത്തി, ഇതിനും ഷോർട്ട് ആം എന്ന് അടയാളപ്പെടുത്തി. ശരിക്കും ഇത് സബ് മെറ്റയുടെ ഒരു ഷോർട്ട് ഫോം ആണെന്നേ ഉള്ളൂ. ആക്ച്വലി സിയും എന്താണ്? സബ് മെറ്റാസെൻട്രിക് ആണ്. സബ് മെറ്റാസെൻട്രിക്. ആൻഡ് ഡി ആണ് ഇവിടെ എന്ത് വരുന്നത്? ആക്രോസെൻട്രിക് വരുന്നത്. ആക്രോസെൻട്രിക്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അപ്പം ടീലോസെൻട്രിക് ഇല്ലേ? ഇല്ല. ടീലോസെൻട്രിക് എന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ വരിക. ടീലോസെൻട്രിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഇതാണ് ടീലോസെൻട്രിക്. ഓക്കെ, ഇതാണ് ടീലോസെൻട്രിക്. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങളുടെ ആൻസർ കീയിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം കഴിഞ്ഞ വർഷം ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന സമയത്ത് ആൻസർ കീയിലുള്ള ആൻസർ ഇങ്ങനെയായിരുന്നു. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള സ്ക്രീൻഷോട്ടും ആണ് മിസ് വെച്ചത്. ആൻസർ കീയിൽ എങ്ങനെയായിരുന്നു എന്നറിയാവോ? എ മെറ്റാസെൻട്രിക്, നോ കൺഫ്യൂഷൻ. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൊടുത്തു സബ്മെറ്റ. ഓക്കെ, സബ്മെറ്റ. സി അവർ കൊടുത്തു ആക്രോസെൻട്രിക്. ആൻഡ് ഡി അവർ കൊടുത്തു ടീലോസെൻട്രിക്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ചാൻസ് ആൻസർ കീയിലുള്ളത് എഴുതിയതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് അതിൻ്റെ റിയൽ ആൻസർ. ഇതാണ് ആൻസർ കീയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ABC ഐഡന്റിഫൈ ചെയ്തു. വാട്ട് ഈസ് സാറ്റലൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാറ്റലൈറ്റ് എന്ന് ചോദിച്ചാൽ എന്താ മക്കളെ നിങ്ങൾ എഴുതുക? സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സയൻസിൽ നിങ്ങൾ പഠിക്കുന്ന സാറ്റലൈറ്റ് ആണോ? അല്ല. ഇവിടെ സബ് മെറ്റാസെൻട്രിക്കിലും അതേപോലെ തന്നെ മെറ്റാസെൻട്രിക് ക്രോമസോംസിൽ ഒരു സെക്കൻഡറി കൺസ്ട്രക്ഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എഴുതും ഇൻ സം ക്രോമസോംസ് there are secondary construction which are non-staining. അതായത് സ്റ്റെയിൻ ചെയ്താൽ സ്റ്റെയിൻ പിടിക്കാത്ത ഒരു ഭാഗമുണ്ട്. ഇവിടെ അപ്പോൾ സ്റ്റെയിൻ പിടിക്കില്ല. അപ്പോൾ ഇത് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? വിച്ച് ഗിവ്സ് ദി അപ്പിയറൻസ് ഓഫ് സാറ്റലൈറ്റ്. ഇത് സ്റ്റെയിൻ ചെയ്താൽ ഈ ഭാഗത്ത് ആക്ച്വലി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൺസ്ട്രക്റ്റഡ് ആയിട്ട് ഇങ്ങനെ കട്ട കൂടി നിൽക്കുകയാണ്. പക്ഷെ അവിടെ സ്റ്റെയിൻ പിടിക്കില്ല. അപ്പോൾ എന്താണ്? വിച്ച് ഗിവ്സ് ദി അപ്പിയറൻസ് ഓഫ് സാറ്റലൈറ്റ്. സാറ്റലൈറ്റ് പോലെ നമുക്ക് തോന്നിക്കുന്നതാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ. സെൽ തിയറി ഈസ് ദ ഫണ്ടമെന്റൽ ഓഫ് സെൽ ബയോളജി. ഹൂ പ്രപ്പോസ്ഡ് സെൽ തിയറി? മക്കളെ ആരാണ് നമ്മുടെ സെൽ തിയറി പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേരാണ് പറയാ? നമ്മുടെ ഷ്ലൈഡനും ഷ്വാനും അല്ലേ? MG ഷ്ലൈഡൻ
Schleiden and Theodor Schwann. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ സെൽ തിയറിയുടെ പ്രൊപ്പണൻസ്. ഇനി വാട്ട് ഡസ് omnicellular e-cellular മീൻസ്? omnicellular e-cellular എന്ന് പറഞ്ഞാൽ റുഡോൾഫ് വെർഷോ പറഞ്ഞതാണ് അല്ലേ. ന്യൂ സെൽസ് അറൈസിങ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഓൾറെഡി ഉള്ള ഒരു സെല്ലിൽ നിന്ന് മാത്രമേ പുതിയ സെല്ല് വരുള്ളൂ. ന്യൂ സെൽസ് arise from pre-existing cell. ഓൾറെഡി ഉള്ള ഒരു സെല്ലിൽ നിന്ന് മാത്രമേ പുതിയ സെല്ല് വരുള്ളൂ. റൈറ്റ് ദ 2 ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് സെൽ തിയറി. സെൽ തിയറിയുടെ 2 പോയിന്റ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? all organisms composed of എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? composed of cells and products of cells. സെല്ല് കൊണ്ട് സെൽ പ്രോഡക്ട്സ് കൊണ്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് എന്താണ് പോയിന്റ്? അടുത്ത പോയിന്റ് നോക്കിക്കേ, ഇതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. ന്യൂ സെൽസ് അറൈസിങ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ന്യൂ സെൽ അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്. കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സെൽ സൈക്കിൾ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ക്വിസന്റ് സ്റ്റേജ് ഇൻ സെൽ സൈക്കിൾ? മക്കളെ, എന്താണ് ക്വിസന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ? ക്വിസന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും G0 ഫേസ് എന്നുകൂടി പറയാറുണ്ട് അല്ലേ. ക്വിസന്റ് സ്റ്റേജ് അല്ലെങ്കിൽ G0 ഫേസ് എന്ന് പറഞ്ഞാൽ സം സെൽസ് എക്സിറ്റ് G1 ഫേസ് ഇട്ട് പോവും. ഞാൻ ഇനി ഇല്ല ഈ പണിക്ക് എന്ന് പറഞ്ഞ് പോവാണ്. സം സെൽസ് exit G1 phase and enter into an inactive phase. ഒരു ഇനാക്റ്റീവ് ഫേസിലേക്ക് എന്ത് ചെയ്യുന്നു? അവർ ചാടി കയറുന്നു അല്ലേ. അപ്പൊ ഇനാക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ which is no longer proliferate എന്ന് പറഞ്ഞാൽ അത് ഡിവൈഡ് ചെയ്യില്ല, but will be metabolically active ആയിരിക്കും, പക്ഷേ ഡിവൈഡ് ചെയ്യില്ല. മനസ്സിലായോ? ഡിവിഷൻ നടക്കാത്ത മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജ് ആണ്. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവന്റ് ടേക്സ് പ്ലേസ് ഇൻ എസ് ഫേസ്? അടുത്ത ക്വസ്റ്റ്യൻ, എസ് ഫേസിൽ നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈവന്റ് എന്താ? അതിന്റെ പേര് കിട്ടാൻ കാരണമായിട്ടുള്ള ഈവന്റ് ആണ്. എന്താണ് ആ പേര് കിട്ടാൻ കാരണം? സിന്തസിസ്. DNA സിന്തസിസ് നടക്കുന്ന ഫേസ് ആണ്. DNA സിന്തസിസ് ആണ് അവിടെ നടക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ DNA റെപ്ലിക്കേഷൻ എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് ദ സ്റ്റേജ് ഓഫ് മൈറ്റോസിസ്. ഏതാണ് ഈ സ്റ്റേജ് അല്ലേ? ഉറക്കത്തെ വിളിച്ച് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാലും ഇതെന്റെ കുട്ടികൾ ഐഡന്റിഫൈ ചെയ്യുന്ന മിസ്സിന് ഉറപ്പാണ്. ഇത് ഏതാണ്? ആനാഫേസ് ആണ്. ആനാഫേസ്. അടുത്തത്, റൈറ്റ് 2 key events. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഈവൻറ്റ്സ് എഴുതാനാണ് പറഞ്ഞത്. ഏതൊക്കെ എഴുതും? ഒന്നെന്താ? സ്പിൻഡിൽ ഫൈബേഴ്സ് ഷോർട്ടൻ. അപ്പൊ എന്താ സംഭവിക്കുക? സെൻട്രോമിയർ സ്പ്ലിറ്റ് ആകും. സെൻട്രോമിയർ സ്പ്ലിറ്റ് ആയാൽ എന്താണ് മക്കളെ സംഭവിക്കുക? സെൻട്രോമിയർ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ ക്രോമാറ്റിഡ് സെപ്പറേറ്റ് മൂവ്സ് ടു ഓപ്പോസിറ്റ് പോൾ. അവരെന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകുന്നു. പണി കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പിടിച്ചോ? വാട്ട് ഈസ് ഫോട്ടോ റെസ്പിറേഷൻ? മക്കളെ, എന്താണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ വേസ്റ്റ് പ്രോസസ് അല്ലേ? അങ്ങനെ എഴുതി വെച്ചാൽ മതിയോ? ഇല്ല. ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പ്ലാന്റ്സ്, മെയിനായിട്ട് C3 പ്ലാന്റ്സിൽ എന്താണ്? റുബിസ്കോ എൻസൈം എന്ത് ചെയ്യുന്നു? ആക്ട് ആസ് ഓക്സിജനേസ് ആയിട്ട് ആക്ട് ചെയ്യും ആൻഡ് ഫിക്സ് ഓക്സിജൻ മോളിക്യൂളിൽ എന്ത് ചെയ്യാണ്? ഫിക്സ് ചെയ്യാണ്, ഓക്സിജനേഷൻ ചെയ്യാണ്. അപ്പോൾ എന്താ ഉണ്ടാവുന്ന? റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫോസ്ഫോഗ്ലൈക്കുലേറ്റ് ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സാണ് ഏത്? ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രോഡക്റ്റും ഒന്നും ഉണ്ടാവുന്നില്ല. നമ്മുടെ റുബിസ്കോ എന്ത് ചെയ്യാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നതിന് പകരം ഓക്സിജനെ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താണ്? ഫോസ്ഫോഗ്ലൈക്കുലേറ്റ് ഉണ്ടാവുകയാണ്. ഫോട്ടോ റെസ്പിറേഷൻ നോട്ട് ഒക്കർ ഇൻ C4 പ്ലാന്റ്സ്. എന്തുകൊണ്ടാണ് മക്കളെ ഫോട്ടോ റെസ്പിറേഷൻ C4 പ്ലാന്റ്സിൽ ഉണ്ടാവാത്തത്? കാരണം എന്താണ്? C4 പ്ലാന്റ്സ് ഹാവ് എ മെക്കാനിസം. C4 പ്ലാന്റ്സ് ഹാവ് എ സ്പെഷ്യൽ leaf anatomy to increase carbon dioxide concentration.
കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസത്തിന് കാരണം സ്പെഷ്യൽ ലീഫ് അനാട്ടമിയാണ്. അപ്പൊ എന്ത് ചെയ്യും? റുബിസ്കോ ആക്ട് ആസ് കാർബോക്സിജനേസ് അല്ലെങ്കിൽ കാർബോക്സിജനേസ് ആയിട്ട് ആക്ട് ചെയ്യും. കാർബോക്സൈലേഷൻ അല്ലെങ്കിൽ റുബിസ്കോ ഫിക്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഓൺലി. കാർബൺ ഡൈ ഓക്സൈഡിനെ മാത്രം ഫിക്സ് ചെയ്യും, ഓക്സിജന്റെ പിന്നാലെ പോവില്ല. അപ്പൊ അതിന് കാരണം അവരുടെ ആ സ്പെഷ്യൽ ലീഫ് അനാട്ടമിയാണ് കേട്ടോ. ഇനി അടുത്തത് എന്താ മക്കളെ ചോദിച്ചിരിക്കുന്നത്? ഡിഫൈൻ ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. എന്താണ് ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ? അതായത് നമുക്ക് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഫോട്ടോസിന്തസിസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷനെ കുറേ ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യുമ്പോൾ ഏതായിരിക്കും അതിലെ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ അല്ലെങ്കിൽ ഫോട്ടോസിന്തസിന്റെ ആ ഒരു റിയാക്ഷൻ കൺട്രോൾ ചെയ്യുന്ന റേറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഏത് ഫാക്ടർ ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഏതാണോ ഏറ്റവും കുറവുള്ളത്, ലിമിറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണോ അതായിരിക്കും ആ റേറ്റ് കൺട്രോൾ ചെയ്യുക. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? when more than one factors involved in a chemical reaction the factor which is minimal, ഏതാണോ കുറവ്, the factor which is minimal will control the rate of the reaction, ആ ഒരു റിയാക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഏറ്റവും കുറവ് ആരാണോ ഉള്ളത് അയാളായിരിക്കും ആ റിയാക്ഷൻ കൺട്രോൾ ചെയ്യുക. ഇനി ഇന്റേണൽ ഫാക്ടേഴ്സ് വിച്ച് എഫക്ട് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഏതൊക്കെയാണ് നമ്മുടെ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് എൻ്റെ കുട്ടികൾ എഴുതാം? ഏതൊക്കെ എഴുതാൻ വേണ്ടി പറ്റും? ഒന്ന് നമ്പർ, അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്, മീസോഫിൽ സെൽസിന്റെ നമ്പർ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അത് മാറ്റർ ചെയ്യും. പിന്നെ ഇന്റേണൽ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, അതേപോലെ തന്നെ ക്ലോറോഫിലിന്റെ എമൗണ്ട് ഓഫ് ക്ലോറോഫിൽ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫോട്ടോസിന്തസിസിനെ എഫക്ട് ചെയ്യുന്ന ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. ആൻഡ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ മക്കളെ. Based on the position of centromere, chromosomes can be classified into 4. Name the 4 type of chromosome. Already what is satellite എന്ന് നമ്മൾ എഴുതിയതാണ്. അപ്പോൾ അത് മിസ് വീണ്ടും ചെയ്യുന്നില്ല. നെയിം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാ? മെറ്റാസെൻട്രിക്, അടുത്തതോ സബ്മെറ്റാസെൻട്രിക്, then acrocentric, telocentric. റെഡി? ടീലോസെൻട്രിക്. ഇതാണ് നമ്മുടെ 4 എണ്ണം. ഒന്ന് എന്താണ്? മെറ്റ എന്ന് പറയുമ്പോൾ ഈക്വൽ ആണ്, സെൻറ്ററിലാണ് സെൻട്രോമിയർ. സെൻട്രലിൽ നിന്ന് കുറച്ച് മാറിയാൽ സബ്മെറ്റ, സെൻട്രോമിയർ നല്ല ദൂരെയാണെങ്കിൽ ആക്രോ, സെൻട്രോമിയർ അറ്റ് ദ ടെയിൽ റീജിയൻ ആണെങ്കിൽ ടീലോ. ഇങ്ങനെ 4 ടൈപ്പാണ് നമുക്കുള്ളത്. അടുത്തത് മക്കളെ നമ്മുടെ ബ്രീത്തിങ്ങിൽ നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഏതാണ്? വാട്ട് ഈസ് ദ സിഗ്മോയിഡ് കർവ് കോൾ? ഈ സിഗ്മോയിഡ് കർവിനെ നമ്മൾ എന്താ പറയാ? Oxygen hemoglobin dissociation curve. Ready അല്ലേ? അടുത്ത ചോദ്യം. Mention 2 factors favor the dissociation of oxygen. ഹീമോഗ്ലോബിന്റെയും ഓക്സിജന്റെയും ഡിവോഴ്സിന് കാരണമായ ഫാക്ടേഴ്സ്. ഡിവോഴ്സ് നടക്കാൻ ഹൈ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈ ടെമ്പറേച്ചർ, ഹൈ H+ അയൺ കോൺസെൻട്രേഷൻ, ലോ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അല്ലെ? ബാക്കിയെല്ലാം ഹൈ, ഓക്സിജൻ മാത്രം ലോ ആണെങ്കിൽ ഡിവോഴ്സ് നടക്കും. ദെൻ അടുത്തത് ബ്ലഡ് പ്രഷർ ഓഫ് എ പേഴ്സൺ വാസ് ഡയഗ്നോസ്ഡ് 170/130. എത്രയാ മക്കളെ? 170/30. നോർമൽ എത്രയാണ്? 120/80. അതിന് പകരം ഇവിടെ എത്രയാണ്? 170/130. അപ്പൊ ഇതാണ് നമ്മുടെ നോർമൽ വാല്യൂ. അതിൽ നിന്ന് എന്താണ്? ഈ പേഴ്സണ് ബ്ലഡ് പ്രഷർ കൂടുതലാണ്. വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ് എന്ന് ചോദിച്ചാൽ ഹൈപ്പർ ടെൻഷൻ, ഹൈ ബ്ലഡ് പ്രഷർ. ഇനി അടുത്തത് ഹൗ വിൽ ദിസ് എഫക്റ്റ് അവർ ബോഡി? ഇത് നമ്മുടെ ശരീരത്തിന് എങ്ങനെ ബാധിക്കും? പല രീതിയിൽ ബാധിക്കും. ഹൃദയത്തിനാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. ഇനിയിപ്പോൾ ബ്രെയിനിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? സ്ട്രോക്ക് ഉണ്ടാകും, അല്ലേ? അങ്ങനെ പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? ലേബൽ PQRST ഇൻ ദ കർവ്. ഈ കർവ് നിങ്ങൾ വരയ്ക്കണം, എന്നിട്ട് PQRST ലേബൽ ചെയ്യണം. അപ്പം നമ്മളത് വരയ്ക്കുകയാണ്. എന്നിട്ട് PQRST ഒന്നുമില്ല, ആൽഫബറ്റിക് ഓർഡർ അങ്ങനെ തന്നെ എഴുതാം. PQRST.
കഴിഞ്ഞു. ഇനി അടുത്തത് വാട്ട് ഡസ് ടി വേവ് റെപ്രസെന്റ്? ടി വേവ് എന്താ മക്കളെ കാണിക്കുന്നത്? വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. ഓക്കെ, അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈവിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ ആരും ഇന്ന് വൈകിട്ടുള്ള നമ്മുടെ ലൈവ് മിസ് ചെയ്യരുത്. ഇനി എൻ്റെ കുട്ടികൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മിസ് ഒരു ക്വസ്റ്റ്യനും കൂടി വെക്കുകയാണ്. ഓക്കെ, ഇത് എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യണം. What is the membrane of vacuole known? ഓക്കെ, അല്ലെങ്കിൽ നെയിം ദ മെംബ്രെയിൻ ഓഫ് വാക്യൂൾ. എന്താണ് നമ്മുടെ ഇത്? നമ്മുടെ വാക്യൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ വാക്യൂളിൻ്റെ ഈ മെംബ്രെയിൻ്റെ പേരെന്ത്? എൻ്റെ കുട്ടികളെല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ലൈവിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.